വലിയമാർ ദിവന്നാസ്യൂസിൻ്റെ മറ്റൊരു വലിയ സഭാസേവനമാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് സഭയുടെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള വട്ടിപ്പണ നിക്ഷേപം. പഴയ മലയാളത്തിൽ വട്ടിക്കിടുക എന്ന് പറഞ്ഞാൽ പലിശക്കിടുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതനുസരിച്ച് വട്ടിപ്പണം എന്ന് പറഞ്ഞാൽ പലിശക്കിട്ടിരിക്കുന്ന പണം എന്നാണ്. മലങ്കര സഭയുടെ ഭാവിയിൽ രേഖകളിൽ കാണുന്നത് 3000 പൂവരാഹൻ എന്നാണ്. പൂവരാഹൻ എന്നുള്ളത് ഏത് നാണയമാണ് എന്നുള്ളത് നമുക്ക് നിശ്ചയമില്ലെങ്കിലും പഴയ ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ ഉപയോഗത്തിൽ നിന്ന് വരുന്ന പവൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കണം. അപ്പോൾ അത് നാട്ടുരൂപായിലേക്ക് മാറി വരുമ്പോൾ അതിൻ്റെ 8% പലിശ ഓരോ വർഷവും സഭയുടെ സന്ധാരണത്തിനായിട്ട് ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു സംവിധാനമാണ് ചെയ്തത്. അന്നത്തെ കാലത്ത് ഈ പലിശ തുകയെന്ന് പറയുന്നത് നിസ്സാരമായ ഒരു തുകയല്ല. കാരണം ഒരു ബ്രിട്ടീഷ് പവൻ എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ള ഒരു സംഖ്യയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഏകദേശം 300-ലധികം ബ്രിട്ടീഷ് പവൻ ഒരു വർഷം സഭയ്ക്ക് വേണ്ടി ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭാവനയാണ്. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ഈ മോർ ദിവന്നാസ്യൂസാണ്. ഇതേക്കുറിച്ച് പിന്നീട് പ്രൊട്ടസ്റ്റൻ്റ് രചയിതാക്കൾ പറയുന്ന ഒരു വേർഷൻ കൂടെ ഉണ്ട്. അതായത് ക്രിസ്തീയ ദേവാലയങ്ങൾ ഇതര മതസ്ഥർ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന കേണൽ മൺറോ ഈ തുക നഷ്ടപരിഹാരമായിട്ട് വാങ്ങി സഭയ്ക്ക് വേണ്ടി സ്ഥിര നിക്ഷേപം ഇട്ടതാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ സഭയിൽ കൂടുതൽ പ്രാബല്യത്തിൽ നിലനിൽക്കുന്ന പാരമ്പര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്. അതായത് സഭയ്ക്ക് വേണ്ടി മോർ ദിവന്നാസ്യൂസ് സമാഹരിച്ച് അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് നിക്ഷേപമായി പലിശക്കിട്ട തുകയാണ് വട്ടിപ്പണം എന്ന് പറയുന്നത്. ഇതോട് ചേർത്ത് ഒരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലങ്കര യാക്കോബായ സഭയിൽ 912 ശേഷമുണ്ടായ കോടതിയിലെ വ്യവഹാര പരമ്പരകൾക്കൊക്കെ അടിസ്ഥാനമായി പറയപ്പെട്ടിരുന്ന കേസ് വട്ടിപ്പണ കേസാണ്. അതായത് ഈ വട്ടിപ്പണം വാങ്ങാൻ ഏത് കക്ഷിക്കാണ് അവകാശം എന്ന് തെളിയിക്കുവാനുള്ളതായ ഒരു പരിശ്രമമാണ് ആ ആദ്യ പതിറ്റാണ്ടുകളിൽ ആരംഭിച്ചതും ഇപ്പോൾ വേറൊരു രൂപത്തിൽ നിലനിൽക്കുന്നതുമായ വട്ടിപ്പണ കേസും സമുദായ കേസും ഒക്കെയായിട്ട് നടന്നുകൊണ്ട് ഇരിക്കുന്നത്.